ഹായ് സുഹൃത്തുക്കളെ, ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ. നമ്മൾ മാങ്ങ വർഷങ്ങളോളം കേടുകൂടാതെ അച്ചാർ ഉണ്ടാക്കി വെക്കാറുണ്ട് അല്ലേ? അത് 5-6 വർഷത്തേക്കൊക്കെ ഒരുമിച്ച് നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പൊ പലർക്കും അറിയത്തില്ല അതെങ്ങനെയാണ് അച്ചാർ ഇടുന്നത്. കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടമാണത്. ചപ്പാത്തിയിലൂടെ പെറോട്ടയിലൂടെ മറ്റൊരു കറി ഇല്ലെന്ന് വേണ്ടി നമുക്ക് ഈ അച്ചാർ മാത്രം കൂട്ടി നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ അത് ഉണ്ടാക്കുന്നതിന് അതിന് വേണ്ട മസാല എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. അപ്പൊ ഇപ്പൊ നമുക്ക് കുറച്ച് മാങ്ങ എൻ്റെ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് വെട്ടിക്കേറി അതെങ്ങനെയാണ് മാങ്ങ അച്ചാർ ഇടുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ എന്താ ഇത്രയും മാങ്ങ വെട്ടി കണ്ടിച്ച് ഇതിനകത്തുള്ള ആ കുരു മാത്രം കളഞ്ഞ് ബാക്കി അതിന്റെ ആ പുറം തോട് പോലെ ഉണ്ടല്ലോ കുരുവിന്റെ, അതൊക്കെ ഇതിൽ തന്നെയുണ്ട്. കണ്ടോ ഈ കട്ടിയുള്ള ഭാഗം. എന്നിട്ട് ഇത് ഉപ്പും മഞ്ഞളും കൂടെ തേച്ച് 2 ദിവസം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തതാണ്. ഉണങ്ങിന്ന് വലിയ ഒത്തിരി അങ്ങ് ഉണങ്ങിപ്പോയിട്ടതാ, നല്ല സോഫ്റ്റ് ആണ്. കണ്ടോ, ഇതുപോലെ മൂത്ത മാങ്ങ വേണം നമ്മൾ ഇങ്ങനെ വെട്ടി കണ്ടിച്ച് അച്ചാറിടുന്നതിന് വേണ്ടി. ഇതേപോലെ എങ്കിൽ മാത്രമേ ആ മാങ്ങ അച്ചാറിട്ട് കഴിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നമുക്കിത് കാലങ്ങളോളം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന മാങ്ങയാണല്ലോ. കണ്ടോ, എപ്പോഴും നിങ്ങൾ അതേ പരുവത്തിൽ പച്ചയോടുകൂടി ഇടല്ലേ. ഉപ്പും മഞ്ഞളും തേച്ച് വെയിലത്ത് വെച്ച് 2 ദിവസമെങ്കിലും ഇതേപോലെ വെച്ച് ഇതിന്റെ പുറന്തോടൊക്കെ അപ്പൊ ഇതുപോലെ വാടി വരും. അതിനുശേഷം മാത്രമേ ഇത് അച്ചാറിന് ഉള്ള പാകമാകുകയുള്ളൂ. ഇനി ഇതിന്റെ മസാലയാണ് തയ്യാറാക്കുന്നത്. മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് മല്ലി ഇട്ടിട്ടുണ്ട്. ഇതേപോലെ മുഴുവൻ മല്ലിയാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരളവ് ഞാൻ പറയുന്നില്ല. കാര്യം എത്രയും മാങ്ങ ആണോ അതിന്റെ ഒരു ഊഹം വെച്ചാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത്. ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട, ചെറിയ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിനകത്ത് ഞാൻ 3 ചുവന്ന മുളക് കൂടെ ഇടും. ഇത്രയും ചൂടായാൽ മതിയെ. ഇതിനെ ഒരു പാത്രത്തിലേക്ക് നടും. വീണ്ടും ഇതിലേക്ക് നമ്മൾ എത്രയും മല്ലി എടുത്തു അത്രയും ഉലുവ. ആദ്യം നമ്മൾ ഇതുകൂടെ ഇടാഞ്ഞത് മൂപ്പ് ശരിയാകത്തില്ല, അതിന് വേണ്ടിയാണ്. ചെറിയ ഒന്ന് ചൂടാക്കാം. ഉലുവ ചെറിയ ഒന്ന് ചൂടായി വരുന്നുണ്ട്. അത്രയും തന്നെ പെരുംജീരകം, അത്രയും കടുക്, അതിന്റെ പകുതി കരിഞ്ജീരകം, അയമോദകം, കുറച്ച് ജീരകം, ഇത്രയും കൂടെ ഇത്രയും മതി. ചെറിയ എന്തൊക്കെയോ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത്ര നേരം വരെ ഒന്ന് ചൂടാക്കണേ. ഇത് കഴിഞ്ഞ് പ്ലേറ്റിലേക്ക് മാറ്റും. ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം അധികം പൊടിഞ്ഞു പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ഇതിപ്പോ തണുത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ മാങ്ങയിലെ കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്തിട്ടാണ് നമ്മൾ വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയെടുത്തത്. എങ്കിലും കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുവാണ്. ഞാൻ നമ്മളെ മസാല ചൂടാക്കിയ പാനിൽ തന്നെ ഇട്ടൊന്ന് ചൂടാക്കി എടുത്തതാണ്. ഇനി കുറച്ചൊരു 2 സ്പൂണോളം ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. അല്പം പെരിഞ്ജീരകവും കരിഞ്ജീരകവും എടുത്തിട്ടാണ്. നമ്മൾ ആദ്യം ഇട്ടതാണ്, പൊടിച്ചെടുത്തതാണ്. ഈ മസാല മുഴുവൻ നമുക്ക് ആവശ്യമായിട്ടില്ല, എങ്കിലും കുറച്ച് വേണം ഇതിന്. നമുക്ക് കുറച്ച് ഇട്ട് നോക്കിയിട്ടാണ്. ഏകദേശം ഇതിന്റെ അളവനുസരിച്ചാണ് ഞാൻ പൊടിച്ചെടുത്തത്. ഇത്ര ഇട്ടിട്ടുണ്ട്. ഇത്ര അധികം വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് പിന്നെ ചേർക്കും. പിന്നെ ഇങ്ങനെ മാങ്ങ ഇടണയിൽ എപ്പോഴും ആവശ്യമായിട്ടുള്ളത് കടുകെണ്ണയാണ്. കടുകെണ്ണയ്ക്കകത്ത് മാത്രമേ ഇത് ഇടാവൂ. എള്ളെണ്ണയ്ക്കകത്ത് നമ്മൾ സാധാരണ അച്ചാറിടുന്നത്. എങ്കിലും ഇതുപോലെ മാങ്ങ ഇടുമ്പോൾ കടുകെണ്ണയ്ക്കകത്ത് ഇടണം. സാധാരണ കടുകെണ്ണ നമ്മൾ ഒഴിക്കുമ്പോൾ അല്പം ചൂടാക്കിയാണ് ഒഴിക്കുന്നത്. ഇത് ഇതേപോലെ പ്യുർ മസ്റ്റേർഡ് ഓയിലാണ്. കച്ചി ഗ്യാനിൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് പച്ചയോട് തന്നെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാമേ. ശരിക്കും കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ടത്. ഇനി കൈ കൊണ്ട് നല്ലതുപോലെ എന്റെ മസാല എല്ലാം ഒന്ന് നേരിടുപ്പിടിക്കും. ഇതിപ്പം മസാല എല്ലായിടത്തും ഞാൻ നല്ലതുപോലെ തിരുമ്മി പിടിച്ചിട്ടുണ്ട്. ഇനി കുപ്പിയിലാക്കാം. നല്ലതുപോലെ ആമക്കി കൊള്ളിച്ച് വെക്കണം.
അപ്പൊ ഇതേപോലെ കുപ്പിയിലാക്കിയിട്ടുണ്ട്. മുകളിൽ കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഈ ഓയില് കുറച്ചുകൂടി മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയെങ്കിലും ഇത് വെയിലത്തൊന്ന് വെക്കണം. കുപ്പിയോടെ തുറന്നു വെക്കുവൊന്നും വേണ്ട, കുപ്പി അടച്ച് തന്നെ വെയിലത്തൊന്ന് വെക്കണം. ഇത്രയേ ഉള്ളൂ. ഈ അച്ചാറിന് വർഷങ്ങളോളം കേടുകൂടാതിരുന്നോളുമേ. ഇടയ്ക്കൊന്ന് നോക്കണം, എണ്ണ കുറവായിട്ടുണ്ടെന്ന് വരിയില് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇത് നമ്മൾ വെയിലത്ത് വെച്ച് കഴിയുന്നുണ്ടെ ഒന്ന് കുലുക്കണം. ഈ രീതിയിൽ ഒന്ന് കുലുക്കി നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഓയിൽ വരുന്ന പോലെ ആക്കിയിട്ട് വീണ്ടും എടുത്ത് വെക്കുക. പിറ്റേ ദിവസം വീണ്ടും ഇത് വെയിലത്തൊന്ന് വെക്കുക. അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളും ഇതേപോലെ അച്ചാറൊന്ന് ഇട്ട് നോക്കണേ. മാങ്ങയുടെ സീസൺ ആണല്ലോ ഇപ്പൊ. അപ്പൊ നിങ്ങൾക്ക് കേടുകൂടാതിരിക്കുകയും ചെയ്യും. ചപ്പാത്തിയോ എന്തിന്റെ കൂടായാലും, പെറോട്ട, ആലു പെറോട്ട, ഇതിന്റെ കൂടെ ഒക്കെ നമുക്ക് ഒരു കറി ഇല്ലെന്ന് വരിയിലും ഈ അച്ചാർ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഇട്ട് നോക്കുക. നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരി മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നതാണ്.